ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ HSAയുടെ ഇന്ത്യൻ റിനൈസൻസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5 പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇന്ത്യൻ റിനൈസൻസുമായി ബന്ധപ്പെട്ട്. ഇന്നതിൻ്റെ 6ാമത്തെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. Non-cooperation movement was the first mass political movement under ഗാന്ധിജി. അല്ലേ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1920. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വർഷം ഏതാണ്? 1920. ആരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്? ഗാന്ധിജിയാണ്. ഓക്കെ. The main goal of non-cooperation movement was the attainment of Swaraj or self-government. അല്ലേ, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സ്വരാജ് അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്വയം ഭരണം, അല്ലേ, സെൽഫ് ഗവൺമെൻറ് നേടുക എന്നുള്ളതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. And it was called off by Gandhiji in the year 1922 due to ചൗരി ചൗര ഇൻസിഡൻറ്റ്. അല്ലേ, അപ്പോൾ ഈ ഒരു ഗാന്ധിജി 1922 ആയപ്പോഴത്തേക്കും ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുന്ന സമയം ഗാന്ധിജി എന്ത് ചെയ്യുന്നു? അത് പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ചൗരി ചൗര ഇൻസിഡൻ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് നോക്കാം. ചൗരി ചൗര ഇൻസിഡൻ്റ്, ഇപ്പോൾ ചൗരി ചൗര കേട്ടിട്ടുണ്ടോ? ഏത് സ്റ്റേറ്റിലെ സ്ഥലമാണ്? അത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് ചൗരി ചൗര എന്ന് ഓർത്തിരിക്കുക. On 5th February 1922, a crowd of people set a police station on fire in Chowri Chowra in Uttar Pradesh and killed 22 policemen. Gandhiji, an apostle of non-violence, was disappointed and he suddenly suspended the non-cooperation movement. എന്താണ്? 1922 ഫെബ്രുവരി 5 ഒരു കൂട്ടം ആളുകൾ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ വളയുകയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തീയിട്ട് കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 22ഓളം പോലീസുകാർ എന്ത് ചെയ്തു? ആ ചൗരി ചൗര ഇൻസിഡൻറ്റിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗാന്ധിജി നോൺ വയലൻസ് പിന്തുടരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താണ് കോൾ ഓഫ് ചെയ്യാനായിട്ട്, പിരിച്ചുവിടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചൗരി ചൗര ഇൻസിഡൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ചൗരി ചൗര ഇൻസിഡൻറ്റിൻ്റെ ഡേറ്റ് ചോദിച്ചാൽ 1922 ഫെബ്രുവരി 5 എന്നും കൂടി ഓർക്കുക. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് സ്വരാജ് പാർട്ടി. അല്ലേ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു സ്വരാജ് പാർട്ടി മുന്നോട്ട് വരുന്നു. എപ്പോഴാണ്? 1923 ജനുവരി 1. അല്ലേ, ഇറ്റ് വാസ് ഫൗണ്ടഡ് ഓൺ 1st January 1923 ആൻഡ് ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? CR ദാസ് വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് CR ദാസ് ആയിരുന്നു. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് CR ദാസും ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. അപ്പോൾ സ്വരാജ് പാർട്ടി 1923 ജാനുവരി 1 ഫോം ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് പ്രസിഡന്റ് CR ദാസ് ആൻഡ് ദ ഫസ്റ്റ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ഈ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ സെഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? അലഹബാദിൽ വെച്ചാണ് നടക്കുന്നത്. ആൻഡ് ദ പ്രോഗ്രാം ഓഫ് സ്വരാജിസ്റ്റ് വാസ് കോൾഡ് കൗൺസിൽ എൻട്രി. സ്വരാജിസ്റ്റുകളുടെ പ്രോഗ്രാം എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? കൗൺസിൽ എൻട്രി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കോപ്പറേഷൻ ആയിക്കോട്ടെ, ചൗരി ചൗര ആയിക്കോട്ടെ, സ്വരാജ് പാർട്ടി ആയിക്കോട്ടെ, ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്വരാജ് പാർട്ടി 1923 ജനുവരി 1 രൂപീകൃതമാകുന്നത്. ആദ്യ പ്രസിഡന്റ് CR ദാസും ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. ദ ഫസ്റ്റ് സെഷൻ ഓഫ് സ്വരാജ് പാർട്ടി വാസ് ഹെൽഡ് അറ്റ് അലഹബാദ് ഇൻ 1923. The program of Swaraj was called Council Entry എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ദ മെയിൻ ലീഡർ, സ്വരാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമ്മൾ പഠിച്ചിരിക്കണം.
ഒന്ന് CR ദാസ് അല്ലെ, ഫസ്റ്റ് പ്രസിഡന്റ് ആയ CR ദാസ്. രണ്ട് ആദ്യത്തെ സെക്രട്ടറി ആയ മോത്തിലാൽ നെഹ്റു. ദെൻ വിതൽ ഭായ് പട്ടേൽ, ഹക്കിം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. ഇതൊക്കെ സ്വരാജ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു. നേതാക്കന്മാർ ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയായിരുന്നു സ്വരാജ് പാർട്ടിയുടെ നേതാക്കന്മാർ? CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽ ഭായ് പട്ടേൽ, ഹക്കിം അജ്മൽ ഖാൻ ആൻഡ് മദൻ മോഹൻ മാളവ്യ. വിതൽ ഭായ് പട്ടേൽ became the first Indian president of the Central Legislative Assembly in 1925. 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു വിതൽ ഭായ് പട്ടേൽ. അപ്പോൾ ഈ ഒരു ലീഡേഴ്സിൽ വിതൽ ഭായ് പട്ടേലിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. 1925 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ആര്? വിതൽ ഭായ് പട്ടേൽ. എപ്പോഴായിരുന്നു? 1925. ആൻഡ് സ്വരാജ് പാർട്ടി ലോസ്റ്റ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് CR ദാസ് ഇൻ 1925. അങ്ങനെ CR ദാസിന്റെ മരണത്തോടുകൂടി 1925 സ്വരാജ് പാർട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. അടുത്തത് HRA 1924. എന്താണ് HRA എന്ന് പറയുന്നത്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നും പറയും, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ് കോമൺലി പറയുന്നത്. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1924 കാൻപൂരിലാണ്. എവിടെയാണ്? 1924 കാൻപൂരിലാണ് HRA രൂപീകൃതമാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സജീന്ദ്രനാഥ് സന്യാൽ, ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, രാം പ്രസാദ് ബിസ്മിൽ, നരേന്ദ്ര മോഹൻ സിംഗ് ആൻഡ് പ്രതുൽ ഗാംഗുലി. ആരൊക്കെയാണ്? സജീന്ദ്രനാഥ് സന്യാൽ, ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, രാം പ്രസാദ് ബിസ്മിൽ, നരേന്ദ്ര മോഹൻ സെൻ ആൻഡ് പ്രതുൽ ഗാംഗുലി was the leaders of HRA. And the major incident carried out by HRA was കാക്കോരി ട്രെയിൻ റോബറി. അങ്ങനെ ഈ HRAയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആയിരുന്നു കാക്കോരി ട്രെയിൻ റോബറി, അല്ലെങ്കിൽ കാക്കോരി ട്രെയിൻ കോൺസ്പിറൻസി എന്നൊക്കെ പറയാം. ഒരു ട്രെയിൻ റോബറി ഇവർ പ്ലാൻ ചെയ്തതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. കാക്കോരി ട്രെയിൻ കോൺസ്പിറൻസി 1925 ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ 1925 കാക്കോരി ട്രെയിൻ കോൺസ്പിറസി നടക്കുന്നത്. Kakori train conspiracy, also known as Kakori train robbery, was an armed robbery which took place on August 9th, 1925 in Uttar Pradesh. എവിടെയാണ് നടന്നത്? ഉത്തർപ്രദേശിൽ. 1925 ഓഗസ്റ്റ് 9 ഉത്തർപ്രദേശിലാണ് ട്രെയിൻ കൊള്ളയടിക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. ഇതിൻ്റെ പിന്തുണയേകിയ HRAയുടെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അഷ്ഫഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, തക്കൂർ റോഷൻ സിംഗ്, രാം പ്രസാദ് ആൻഡ് 6 others were the mastermind behind this attack. അപ്പോൾ ഇതിൽ അഷ്ഫഖുല്ല ഖാനും ചന്ദ്രശേഖർ ആസാദും ഒക്കെ ഒത്തിരി തവണ ചോദിച്ചതാണ്. താഴെ തന്നിരിക്കുന്നവരിൽ കാക്കോരി ട്രെയിൻ കോൺസ്പിറൻസിയുമായി ബന്ധപ്പെട്ട നേതാവാര് അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത നേതാവാര് എന്ന് ഒത്തിരി തവണ ചോദിച്ചതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 1925 ഓഗസ്റ്റ് 9 ഉത്തർപ്രദേശിലാണ് ഈ ഒരു കാക്കോരി ട്രെയിൻ കോൺസ്പിറസി അല്ലെങ്കിൽ കാക്കോരി ട്രെയിൻ റോബറി നടക്കുന്നത്. ആൻഡ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ്? അഷ്ഫഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, തക്കൂർ റോഷൻ സിംഗ്, രാം പ്രസാദ് ബിസ്മിൽ, പിന്നെ മറ്റുള്ള 6 പേര് പറയുന്നുണ്ട്. ഈ എടുത്തു പറഞ്ഞിരിക്കുന്ന പേരുകളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഒന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ 1920 ഗാന്ധിജിയാണ് അതിൻ്റെ വക്താവ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരമാണ്. ദ ഫസ്റ്റ് മാസ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് അണ്ടർ ഗാന്ധിജി ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. ഇനി ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ് അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ്. ദാറ്റ് റീസൺ അല്ലെ, എന്തുകൊണ്ടാണ് ഗാന്ധിജി ഇത് കോൾഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്തായിരുന്നു? ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു? ഗ്രാമവാസികൾ തീയിട്ട് നശിപ്പിക്കുന്നു എന്നായിരുന്നു 1922 ഫെബ്രുവരി 5. ഇതേ തുടർന്ന് ഇതിൽ വിഷമം തോന്നിയ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. ദെൻ സ്വരാജ് പാർട്ടിയുടെ ഉദയം 1923 ജനുവരി 1. ആദ്യ പ്രസിഡന്റ് CR ദാസ്, ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. ഫസ്റ്റ് സെഷൻ നടന്നത് അലഹബാദിലാണ്. ഇവരുടെ പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് കൗൺസിലൻട്രി. ലീഡേഴ്സ് ആരൊക്കെയാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽ ഭായ് പട്ടേൽ, ഹക്കിം അജ്മൽ ഖാൻ, മദൻ മോഹൻ മാളവ്യ. പിന്നെ ഈ നമ്മുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിതൽ ഭായ് പട്ടേൽ. 1925 ഓക്കെ. ദെൻ HRA 1924 രൂപീകൃതമാകുന്നു. കാൻപൂരാണ് ആസ്ഥാനം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ.
അതിൻ്റെ മെയിൻ ലീഡേഴ്സിനെ ഓർത്തിരിക്കുക. അവരുടെ പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആണ് കാക്കോരി ട്രെയിൻ റോബറി എന്ന് പറയുന്നത്. അത് 1925 നടക്കുന്നത്, ഉത്തർപ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു സെഷനാണ് ആരംഭിക്കുന്നത്. കുറച്ച് കമ്മീഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണുക. HSCക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ റിനൈസൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ റിനൈസൻസ് ലീഡർ എടുക്കുന്നുണ്ട്, കേരള റിനൈസൻസ് എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ് ആയിട്ടുണ്ട്. അതുപോലെ ജനറൽ പാർട്ടിൻ്റെ PYQ ഓരോ എക്സാമിൻ്റെയും 20 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ HSCയിൽ ജോലി കിട്ടുന്ന ഒരു നല്ലൊരു റാങ്ക് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.